ഹായ് മക്കളെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ് ഹിന്ദിയുടെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജൂലിയ ഓർ ലൂണ എന്ന് പറയുന്ന കഹാനിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഴുതിയിരിക്കുന്നത് നേഹ സിംഗ് ആണ്. അപ്പോൾ നമുക്ക് കഥ വായിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കഥയുടെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. एक रोज़ कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुँचे. അതായത് ഏക് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേ, ഒരു ദിവസം കുറച്ച് ഹട്ടേ കട്ടേ ആദ്മി, അതായത് എന്താണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ആരോഗ്യമുള്ള കുറച്ച് ആളുകൾ ഒരു മരത്തിന്, ഏക് ബഡേസെ പേട്കോ, ഒരു വലിയ മരത്തിന് കാട്ടിനെ പഹുഞ്ചേ, എന്താണ്, മുറിക്കാനായിട്ട് വന്നു. ഏക് ലഡ്ക്കീനെ ഉനെ ദേഖ് ലിയ, അവർ വരുന്നത് ആര് കണ്ടിരുന്നു? ഒരു പെൺകുട്ടി കണ്ടിരുന്നു. വഹ് ജട്ട് സെ പേട് പർ ചढ़ गई, അവൾ പെട്ടെന്ന് തന്നെ മരത്തിന് മുകളിലേക്ക് എന്ത് ചെയ്തു? ക്ലൈംബ് ചെയ്തു, അതായത് മരത്തിന് മുകളിലേക്ക് കയറിയിരുന്നു. ഓക്കെ. ആത്മിയോനെ പെഹലെ ഉസെ സംജായ, അവർ, അതായത് ആളുകൾ എന്ത് ചെയ്തു? ആ കുട്ടിയെ ഫസ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ തുടങ്ങി, എക്സ്പ്ലെയിൻ ചെയ്തു. സംജാന, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഫിർ ധംകായ, അതിനുശേഷം അവളെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഭീഷണിപ്പെടുത്താൻ തുടങ്ങി, ത്രട്ടൻ ചെയ്യുക. ഓക്കെ. ദെൻ ബഹോത് ഡറായ, എന്താണ്, വളരെയധികം പേടിപ്പിച്ചു. മേ നഹി ഉത്തരൂങ്കി, ലഡ്ക്കി ചില്ലായി ഓർ ഏക് ശാഖ പർ ജാ ബൈഠി, അതായത് എന്താണ്, ലഡ്ക്കി, ആ പെൺകുട്ടി, ഞാൻ ഇറങ്ങില്ല എന്ന് ഒച്ചത്തിൽ ഷൗട്ട് ചെയ്തു, ഒച്ചത്തിൽ അലറി വിളിച്ചു പറഞ്ഞു. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ചില്ലയിൽ ചെന്ന് ഇരുന്നു. ആത്മീയോനെ സോച്ച, അപ്പോൾ ആളുകൾ എന്ത് ചിന്തിച്ചു? ആഖിർ കഭി തോ ഉത്തരേഗി തബ് കാട്ടേങ്കെ പേട്കോ, അതായത് അവസാനം എപ്പോഴെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുമല്ലോ, അപ്പോൾ നമുക്ക് മരം മുറിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയെ, അതായത് ദിവസം കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. പർ ലഡ്ക്കി തോ ഉത്തരി ഹി നഹി, അപ്പം പക്ഷേ എന്താണ്, ആ പെൺകുട്ടി താഴെ ഇറങ്ങിയതേയില്ല. ലോഗോं को जब पता चला तो उसके लिए खाना, पानी, स्टव, കിതാബേം ഗദ്ദ, കമ്പൽ, കപ്പടെ സബ് ലേ ആയേ, അതായത് എന്താണ്, ആളുകൾക്ക് ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം, ഓക്കെ, പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ദെൻ സ്റ്റൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൗ തന്നെ, അടുപ്പ്, പിന്നെ കിതാബേ എന്ന് പറഞ്ഞാൽ പുസ്തകം, ഗദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്രസ്, അതായത് ബെഡ്, ദെൻ കമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്കറ്റ്, കമ്പിളി, ഓക്കെ, കപ്പടെ പറഞ്ഞാൽ ഡ്രസ്സ്, സബ് ലേ ആയേ, ഇതൊക്കെ എന്ത് ചെയ്തു? അവൾ ഉള്ള സ്ഥലത്തേക്ക്, അതായത് ആ മരത്തിൻ്റെ മുകളിലേക്ക് എത്തിച്ചു നൽകി. ശുക്രിയ ലഡ്ക്കി ചഹായി, അതായത് എന്താണ്, ശുക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു, ലഡ്ക്കി ചഹായി, അതായത് എന്താണ്, വളരെ മനോഹരമായ ശബ്ദത്തോടെ പറയുന്നതിനെയാണ് ചഹായി എന്ന് പറയാം. ഓക്കെ. ഉസ്നെ ചിടിയോं की तरह पेड़ पर अपना घोंसला बना लिया, അപ്പോൾ ആ പെൺകുട്ടി പക്ഷികളെപ്പോലെ എന്താണ്, മരത്തിന് മുകളിൽ അതിൻ്റെ കൂട് ഉണ്ടാക്കിയിരിക്കുന്നു. ഘോസ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിക്കൂടാണ്. ഓക്കെ. അപ്പോൾ എന്താണ്, പക്ഷികളെ പോലെ മരത്തിന് മുകളിൽ എന്താണ്, അത് മരത്തിൻ്റെ മുകളിൽ സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചിരിക്കുന്നു. ഓക്കെ. ബാരിഷ് ആയി, മഴ വന്നു. സർദിയായി, തണുപ്പ് വന്നു. ഭയങ്കർ ആന്ധി തൂഫാൻ ആയി, അതായത് എന്താണ്, വളരെ ഭയാനകമായിട്ടുള്ള ആന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ്റ്റ് സ്റ്റോം, പൊടിക്കാറ്റ്, അതേപോലെ തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്, ഇതൊക്കെ വന്നു. ബർഫി പടി, അതായത് എന്താണ്, മഞ്ഞ് വീണു. പേടിനെ ലഡ്ക്കിക്കോ ബച്ചായേ രഖ, അതായത് പക്ഷേ മരം എന്ത് ചെയ്തു? പെൺകുട്ടിയെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഓർ ലഡ്ക്കീനെ പേട്കോ, അതേപോലെ ആ പെൺകുട്ടി എന്താണ്, മരത്തിനെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. കഹാനി പഠിക്കർ സുനാവും, അപ്പോൾ എന്താണ്, കഥ വായിച്ച് കേൾപ്പിക്കട്ടെ. കബി ലഡ്ക്കി പേട് സെ പൂച്ച്തി തോ കബി പേട് ലഡ്ക്കി കോ അപ്നെ പത്തോ സെ ഹവാ കാ ബഹ്താ രാഗ് സുനാഥ, അതായത് എന്താണ്, ചിലപ്പോൾ പെൺകുട്ടി ചോദിക്കും, എന്താണ്, ഞാൻ കഥ വായിച്ച് കേൾപ്പിക്കട്ടെ. അപ്പോൾ അതിന് എന്താണ്, മരം തിരിച്ചെങ്ങനെയാണ് അതിന് പ്രതിഫലം നൽകുന്നത്, അല്ലെങ്കിൽ അതിന് തിരിച്ച് മരത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ് ഉണ്ടാവാറ്? അത് മരത്തിൻ്റെ ഇലകളിലെ കാറ്റ് കടന്നു പോകുന്ന ശബ്ദം, അല്ലേ, ഇലകളിലൂടെ കാറ്റ് കടന്നു പോകുന്ന ശബ്ദം, അതൊരു സംഗീതമായിട്ട് ആ പെൺകുട്ടിയെ കേൾപ്പിക്കും. ഹട്ടേ കട്ടേ ആദ്മിയൊക്കെ സേഠിനെ അജീബോ ഖരീബ് തർക്കീബെ ലഗായി, അതായത് ആ ആളുകളുടെ ഗ്രൂപ്പ് എന്ത് ചെയ്തു? വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, വളരെ വിചിത്രമായിട്ടുള്ള
പല ട്രിക്കുകളും പല തന്ത്രങ്ങളും പയറ്റി നോക്കി. തർക്കീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രങ്ങൾ. കബി പേട്ട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പെർ തേസ് ഷോർ മച്ചായ. ചിലപ്പോഴെന്താണ് മരത്തിൻ്റെ താഴെ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് വളരെ ശബ്ദത്തിൽ വളരെ ഉച്ചത്തിലുള്ള എന്താണ് ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കബി പേട്ട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഠാ ഉഠാക്കർ ലഡ്കിക്കോ രാത് രാത് ഭർ ജഗായി രക്ക. ചില സമയങ്ങളിൽ എന്താണ് മരത്തിൻ്റെ മുകളിലൂടെ ഹെലികോപ്റ്റർ പറപ്പിച്ചിട്ട് ആ പെൺകുട്ടിയെ രാത്രി മുഴുവൻ ഉണർത്തിയിരുത്തുക, അതായത് ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. ഓക്കെ. തും ഹമാരി ദോസ്തി കബി നഹി തോട് പാവുകെ. അതായത് എന്താണ് ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉനെ കഹത്തി. അതായത് എന്താണ് നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ലഡ്കി ബുലന്ദ് ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗഡ് വോയിസ്, വളരെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവരോട് എന്ത് ചെയ്യും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓക്കെ. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയ. അതായത് എന്താണ് ഉൻകി അവരുടെ രണ്ടാളുടെ, അതായത് ആ പെൺകുട്ടിയുടെയും മരത്തിൻ്റെയും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ എന്താണ് അത്ഭുതകരമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ. അതിൻ്റെ കിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയ. അതായത് ലോകമെമ്പാടും എന്തായിട്ടുണ്ടായിരുന്നു, ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ഉൻകെ ഇർദ് ഗിർദ് ഹസാറോ ലോഗ് ഇഖട്ടാ ഹോനെ ലഗെ. അവരുടെ ഇർദ് ഗിർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അറൗണ്ട്, അതായത് 4 സൈഡിലുമായിട്ട് ഒരുപാട് ആളുകൾ എന്താ ഇഖട്ട പറഞ്ഞാൽ എന്താ ഗ്യാദർ ചെയ്യുക, എല്ലാവരും കൂടി ചേരാൻ തുടങ്ങി. ഓക്കെ. ഹട്ടെ ഖട്ടെ ആദ്മിയോം ഓർ ഉൻകെ സെറ്റ് കോ ലഡ്കി പേട് ഉൻകി ദോസ്തി ഓർ ഉൻകെ ഹസാറോ ദോസ്തോ സെ ഡർ ലഗ്നെ ലഗ. അതായത് എന്താണ് ആ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് ഈ പെൺകുട്ടിയുടെയും മരത്തിൻ്റെയും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെയും അതേപോലെ തന്നെ അവരെ കാണാനായിട്ട് കൂടിയിരിക്കുന്ന ആളുകളെയും ഒക്കെ എന്തായി തുടങ്ങി, ഭയം വരാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അവരെ ഭയപ്പെടാനായിട്ട് ആ മരം മുറിക്കാനായിട്ട് വന്നവർക്ക് തുടങ്ങി. 738 दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. അതായത് എന്താണ് 738 ദിവസം എന്താണ് മരം മുറിക്കാനുള്ള പ്രതീക്ഷയിൽ അവർ വെയിറ്റ് ചെയ്തു. ഓക്കെ. അതിന് ശേഷം അത് നടക്കാതെ വന്നപ്പോൾ എന്താണ് മരം മുറിക്കാനായിട്ട് വന്നവർ അവിടെ നിന്ന് എന്താണ് തിരിച്ചുപോയി. ഓക്കെ. വാദാ കറോ യഹാ കെ കിസി ബി പേട് കോ കബി നഹി കാട്ടേങ്കെ. അതായത് എന്താണ് വാക്ക് തരൂ, എനിക്ക് ഇവിടെയുള്ള ഒരു മരവും ഒരിക്കലും മുറിക്കില്ല എന്ന്. ലഡ്ക്കിനെ സേഠ് സെ വാദ ലിയ. അപ്പോൾ ആ പെൺകുട്ടി സേഠിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, വാദ അതായത് വാക്ക് വാങ്ങി, സത്യം ചെയ്യിപ്പിച്ചു വാങ്ങി. ഓക്കെ. സാരേ പേട് ബച്ച് ഗയേ. എല്ലാ മരങ്ങളും എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹേ. എന്താണ് ആ പെൺകുട്ടിയുടെ പേര്, ആ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ. ഓർ ഉസ് പേട് കാ നാം ഹേ ലൂണ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ മരത്തിൻ്റെ പേരാണെന്ത്, ലൂണ. ഓക്കെ. ദോനോ ആജ് ബി പക്കേ ദോസ്ത് ഹേ. രണ്ടുപേരും എപ്പോഴും എന്താണ് വളരെ നല്ല സുഹൃത്തുക്കളാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ കഥ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം. ഓക്കെ. താങ്ക് യു.